തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ തീക്കനൽ തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാളെ ഒരു സ്വർഗാരോഹണ നാൾ ആചരിക്കുന്ന ദിനമാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച് 40 ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 ദിവസം ഈ ഭൂമിയിൽ ജീവിച്ച് ശിഷ്യന്മാരെ അനുഗ്രഹിച്ച് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ആ അനുഗ്രഹം ഇന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ അനുഗ്രഹം നിൽക്കുന്ന മാത്രമല്ല, കർത്താവ് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് ആ പരിശുദ്ധാത്മാവെന്ന തൃത്വത്തിലെ മൂന്നാമൻ നമ്മളോടൊപ്പം വസിച്ച് നമ്മളെ ശുശ്രൂഷിക്കുകയാണ്, കാര്യസ്ഥനായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഏതവസ്ഥയിലും എങ്ങനെ നിൽക്കാനായിട്ടുള്ള ധൈര്യം വിശുദ്ധ പൗലോസിന് ലഭിച്ചതുപോലെ നമുക്ക് ലഭിക്കണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സണാണ് വിശുദ്ധ പൗലോസ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസിന് പുതിയ നിയമത്തിലെ പകുതിയിലധികം ലേഖനങ്ങൾ എഴുതാൻ സാധിച്ചത്. കാരാഗ്രഹത്തിൽ ജയിലിൽ കടന്നുകൊണ്ട് ഇത് ലേഖനം എഴുതി ദൈവത്തിന് സ്തോത്രം കരയറ്റുവാൻ സാധിച്ചത് വിശുദ്ധ പൗലോസിന്. അതുകൊണ്ടാണ് പൗലോസിൻ്റെ ജീവിതം തന്നെ കർത്താവായ യേശു കർത്താവിൻ്റെ ആ ഉയർപ്പിൻ്റെ ശക്തി കണ്ടറിഞ്ഞ് അതിനുശേഷം ആദിമസഭയുടെ ഒരു ശക്തനാണ് വിശുദ്ധ പൗലോസ്. വിദ്യാഭ്യാസമുണ്ട്, കുടുംബശ്രേഷ്ഠതയുണ്ട്, ഇതെല്ലാം ചപ്പന്ന് ചവർന്ന് വെട്ടി ക്രൂശിൽ മാത്രം പ്രതീക്ഷ വെച്ച് മുൻപോട്ട് പോകുന്ന വിശുദ്ധ പൗലോസ് എല്ലാം കണ്ടതാണ്, എല്ലാ നന്മയും കണ്ടതാണ്. എന്തെങ്കിലും പൊങ്ങച്ചം കണ്ടാൽ പൊങ്ങുന്നതിനൊന്നുമല്ല. അതുകൊണ്ട് ഏതവസ്ഥയിൽ പട്ടിണി ഇരിക്കാനറിയാം, വലിയ 5-7 സ്റ്റാർ ഹോട്ടലിൻ്റെ ഡിലീഷ്യസ് ഫുഡ് കഴിക്കാനറിയാം, വെറും കഞ്ഞിയും പയറും കഴിക്കാനറിയാം, ഉന്നതമായിട്ടുള്ള രാജകൊട്ടാരത്തിൽ പാർക്കാനറിയാം, ചെറ്റക്കുടലിലും പാർക്കാനറിയാം. ഇതെല്ലാം ഒരു എക്സ്പീരിയൻസിൻ്റെ അനുഭവത്തിൽ ദൈവിക എക്സ്പീരിയൻസ് ഉള്ള ഒരുവന്, ഒരു ക്രിസ്തു ശിഷ്യന്, ക്രിസ്തു ഭക്തന് ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ സാധിക്കും. ഏതവസ്ഥയിലും കർത്താവുള്ളവനായിരിക്കുന്നതിനെ സാധിക്കുള്ളൂ. ഐ ഹാഡ് ടു ട്രെയിൻ മൈ മൈൻഡ് ടു സ്റ്റേ അറ്റ് പീസ്. അത് പൗലോസിൻ്റെ ഒരു വലിയ ചിന്തയാണ്. ഐ ഹാഡ് ടു ട്രെയിൻ മൈ മൈൻഡ് ടു ഫോക്കസ് ഓൺ ദ ഗുഡ്. എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ അറിയാം, നന്മ മാത്രം ഫോക്കസ് ചെയ്തിരിക്കാൻ അറിയാം. ബീങ് പോസിറ്റീവ് ഡസൻറ്റ് നെസസറിലി കം നാച്ചുറലി. എപ്പോഴും പോസിറ്റീവായിരിക്കുക, ചുമ്മാ നാച്ചുറലായിട്ടൊന്നും സംഭവിക്കുകയില്ല. നമ്മളിലേക്ക് ഒഴുകത്തും. മേ ബി യു നീഡ് ടു ചേഞ്ച് യുവർ ഫോക്കസ്. നിൻ്റെ ഫോക്കസ് മാറ്റണം. നീ ഇത്രയും നാളും കൊണ്ടു നടക്കുന്നതിൻ്റെ ഫോക്കസ് ഉണ്ട്, നീ അത് മാറ്റണം. നീ രക്ഷപ്പെടണമെങ്കിൽ ഡോണ്ട് മാഗ്നിഫൈ യുവർ പ്രോബ്ലം, മാഗ്നിഫൈ യുവർ ഗാഡ്. നീ നിൻ്റെ പ്രശ്നം പറഞ്ഞ്, നിൻ്റെ കൂട്ടരുടെ പ്രശ്നം പറഞ്ഞ് നീ ഒരു തെറിവ് അല്ലാതെ നീ ആളാകാൻ വേണ്ടി ചെയ്യാതെ നിൻ്റെ ദൈവത്തെ നീ ഒന്ന് ഉയർത്തിക്കുക. നീ കഴിഞ്ഞ കാലങ്ങൾ ചെയ്തതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നിൻ്റെ ദൈവത്തെ ഒന്ന് മാഗ്നിഫൈ ചെയ്ത്, മാഗ്നിഫൈ യുവർ ഗാഡ്, നോട്ട് മാഗ്നിഫൈ യുവർ പ്രോബ്ലം. ദൈവം നിന്നെ ഉയർത്തും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവ്, ഏത് ഭാവത്തിലും ഏതവസ്ഥയിൽ ജീവിക്കുവാനുള്ള ദൈവശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഒരുപോലെ പകരണം. ലോകമെമ്പാടുമുള്ള സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ലോകരാജ്യങ്ങളിലുള്ള പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിശേഷിച്ച് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി, അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ്, ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, ഞങ്ങളുടെ വിവിധ സംസ്ഥാനങ്ങളുടെ പ്രസിഡന്റുമാർ, മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, കർത്താവ് എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു, വിശ്രമജീവിതം നയിക്കുന്നവർ, വിദ്യാർത്ഥികൾ, കഷ്ടപ്പെടുന്നവർ, അവരെ അയച്ചിട്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ, ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ളവർ,
മദ്യപാനത്തിലും മറ്റ് കൂട്ടുകെട്ടുകളിലും അടക്കപ്പെട്ട് ജീവിതം നശിപ്പിച്ചിരിക്കുന്നവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഏർപ്പെട്ടവരുടെ മേൽ ഒരുപോലെ കൃപയാവരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ വചനത്താൽ നിന്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ, ദൈവകൃപയാവരിക്കട്ടെ, മനവും മഹത്വം കെടുത്താട്ടെ, യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.